നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ പ്രതികളായ 3 സഹപാഠികളെ കോടതിയിൽ എത്തിച്ചിരിക്കുന്നു. അമ്മുവിന്റെ സഹപാഠികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം. ഇപ്പോഴത്തെ അന്വേഷണത്തിൽ തൃപ്തിയെന്ന് കുടുംബവും പറയുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് കുടുംബത്തിന്റെ ആരോപണവും വരികയാണ്. CK അബിലാലുണ്ട്. അബിലാൽ, കോടതി നടപടികളൊക്കെ അവസാനിക്കാറായോ? കോടതി കേസ് അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രതികളെ ഹാജരാക്കിയിട്ടുള്ളത്. പ്രതികളെ 3 പേരെയും റിമാൻഡ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങൾ വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ പ്രതികൾ ഇടപെടാനുള്ള സാധ്യത അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേസിൻ്റെ ഗൗരവ സ്വഭാവം കൂടി വിശദമാക്കിയിട്ടുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടുള്ളത്. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വാങ്ങി അവരെ ചോദ്യം ചെയ്യേണ്ട സ്ഥിതി നിലനിൽക്കുകയാണ് എന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളാൽ തന്നെ പ്രതികൾക്ക് ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാൻ പാടില്ല. ഇവരെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണം എന്നുള്ളതാണ് ആവശ്യമായി പോലീസ് കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഈ റിമാൻഡ് റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും കോടതി ഈ വിഷയത്തിൽ തീരുമാനം കൈക്കൊള്ളുക. സ്വാഭാവികമായും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട ഈ കേസിൽ പ്രതികൾ 3 പേരും റിമാൻഡിലാകാനുള്ള സാധ്യതയാണുള്ളത്. ഒരുപക്ഷെ അവർക്ക് വേണ്ടി ജാമ്യ ഹർജി സമർപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ദിവസം പരിഗണിക്കാൻ വേണ്ടി മാറ്റാനുള്ള സാധ്യതയാണ് നിലവിൽ നിൽക്കുന്നത്. മുൻപ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരുന്നു 4 പേരും. അതിൽ 3 പേർ മറ്റൊരാളുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രേരണ കുറ്റം ചുമത്തി ജയിലിലേക്ക് പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 1 മാസത്തിനിടയിൽ ക്ലാസ് മുറിയിലുണ്ടായ വിവിധ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികൾക്കിടയിൽ വിഭാഗീയതയും അതോടൊപ്പം തന്നെ കടുത്ത എതിർപ്പും ഒക്കെ തന്നെ രൂപപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണമായി മാറിയിട്ടുള്ളത്. പ്രതികളിൽ ഒരാളുടെ കൈവശമുണ്ടായിരുന്ന 2500 രൂപ നഷ്ടപ്പെടുകയും പിന്നീട് തിരികെ കിട്ടിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മറ്റൊരാളുടെ ലോഗ് ബുക്ക് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഒക്കെ തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ അമ്മുവിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അമ്മുവിനെതിരെ ആരോപണം ഉയരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു. ഇതേ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ആ കേസിൽ ആദ്യം പത്തനംതിട്ട പോലീസ് അസ്വാഭാവിക മരണത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് വിശദമായ തെളിവെടുപ്പിൻ്റെയും മൊഴികളുടെയും കൂടി അടിസ്ഥാനത്തിൽ രേഖകളുടെ കൂടി പരിശോധനയുടെ പൂർത്തിയാക്കിയാണ് ഈ കേസിൽ അമ്മുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾക്ക് പിന്നിൽ പ്രേരണ ഉണ്ടായിട്ടുണ്ട്. അത് മുൻപ് അമ്മുവിൻ്റെ അച്ഛൻ കോളേജ് പ്രിൻസിപ്പലിന് സമർപ്പിച്ച പരാതിയിൽ പരാമർശിക്കപ്പെടുന്ന 3 പെൺകുട്ടികൾക്ക് കാര്യമായ പങ്കുണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അവരെ 3 പേരെയും ഇന്നലെ അമ്മുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള 3 സഹപാഠികളെ കോടതിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. റിമാൻഡ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പോലീസ് ആവശ്യപ്പെടുന്നത്. കോടതി നടപടികൾ പൂർത്തിയായി വരികയാണ്.